എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളതേ ഇന്നലെ വന്ന അതേ വില്ലേജിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും താമസമില്ലാത്തൊരു ഗ്രാമമാണ്. വളരെ കുറച്ച് ഫാമിലീസേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമല്ല ഇവിടുത്തെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളത് കാണിച്ചു തരാവേ. എൻ്റെ പുറകെ കാണുന്ന പശുവിനെ കണ്ടോ. ഇതുപോലെ പശുക്കളൊക്കെ ഉണ്ടോ ഒരുപാട് ഇവിടെ. ഇതിനകത്ത് ഒരുപാടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പശുവിനെ അഴിച്ചു വിടും. അതിങ്ങനെ മേഞ്ഞിട്ട് തിരിച്ചു പോകും. കണ്ടോ സ്ഥലം കണ്ടോ. ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരത്തേക്ക് വീടുകളൊന്നുമില്ല. ശരിക്കും ഇവിടെയുള്ള ഈ ചെറുപ്പക്കാരായിട്ടുള്ളവരൊന്നും അധികം ഇവിടെ ഇല്ല കേട്ടോ ഈ ഗ്രാമത്തിൽ. ഇവരൊക്കെ കൂടുതലും ബെൽഗ്രേഡും അതുപോലെ അല്ലെങ്കിൽ ജർമ്മനിയിലും ഒക്കെ ആണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഇവിടെ. പക്ഷേ ഇവിടെ വിൻ്ററായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് പറയുന്നത്. അതുപോലെ സ്നോയിങ് ആയിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരാനായിട്ടുള്ള വഴി ഭയങ്കര ദുർഘടം പിടിച്ചതാണ്. ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് പോലെയൊക്കെയാണ്. ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഇതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഞാൻ അടുത്തൊരു സംഭവം കാണിച്ചു തരാം. ഇവർ ഈ നമ്മുടെ വിൻ്റർ ടൈമിൽ ഈ പശുവിനൊക്കെ എങ്ങനെ തീറ്റി കൊടുക്കുന്നു എന്നുള്ളത് ശരിക്കും അത് ചോദിച്ചപ്പോഴാണ് ഇവരോട് പറഞ്ഞത്. ഇവരൊരു സ്ഥലം കാണിച്ചു തന്നു. ഈ സമ്മർ ആകുമ്പോഴത്തേക്കും അവർ പുല്ലെല്ലാം വെട്ടി ഉണക്കും, ഡ്രൈ ആക്കും. ഇത് കണ്ടോ, ഇതുപോലെ ഡ്രൈ ആയിട്ട് അത് ബഞ്ചായിട്ട് കീപ്പ് ചെയ്യും. കണ്ടോ, ഇതുപോലെ ഓരോരോ ബഞ്ചായിട്ട് കീപ്പ് ചെയ്തിട്ട് വിൻ്റർ ടൈം ആകുമ്പോഴത്തേക്കും അവർ ഇതിൽ നിന്നാണ് പശുക്കൾക്ക് പുല്ല് തിന്നാനായിട്ട് കൊടുക്കുന്നത്. ഇത് നിറയുണ്ട് കേട്ടോ. ഇവിടെ റൂം നിറയെ അവരടിക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമ്മർ കഴിയുന്നതിന് മുന്നേ തന്നെ ഇത് ഫുള്ളാക്കും. അപ്പം ഒരു വിൻ്ററിലേക്ക് അവർക്കത് മതിയാവും. My grandfather, 100 year old. Which one? 100 year old. Oh, It's still sick. really? Yes, really. It's not blind. Wait. This is. Oh, 100 വർഷം പഴക്കമുള്ളതെന്ന് പറഞ്ഞു. Try. No. Like Gillette. Gillette. Okay. അപ്പോൾ ഞാനിവിടുത്തെ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മളെ കാറ് വന്ന വഴി കാണിച്ചു തരാം കേട്ടോ. വാ. ഇവിടെ ശരിക്കും നമ്മുടെ ബോസൊക്കെ ജനിച്ചു വളർന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ പുറകെ കാണുന്ന ഈ വഴി കൂടെയാണ് നമ്മൾ വന്നത്. ഇത് മൊത്തം ഓഫ് റോഡാണ്. ഇത് ശരിക്കും വിൻ്റർ ആകുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷേ വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഈ വണ്ടിയിൽ വരാൻ പറ്റുമെന്നത് അറിയത്തില്ല. വേറെ ഇങ്ങനെ ട്രക്കിങ് വലിയ വീലുള്ള വണ്ടിയൊക്കെ ആയിട്ട് വരേണ്ടി വരും. വിൻ്ററിൽ എന്തായാലും വരണമെന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഈ ഒരു വില്ലേജിൽ ഇന്നലെ കാണിച്ച വില്ലേജിൽ നമുക്ക് കയറാൻ പറ്റും. അതൊരു മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിക്ക് ഇന്നൊരു ജോബിൻ്റെ അപ്ഡേഷൻ കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാനിത് കഴിയുമ്പോഴത്തേക്കും പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ബൈ.